Hi friends, welcome to Garam Masala, the magic spices of cooking. കിണ്ണത്തപ്പം. ഇന്ന് നമുക്ക് സ്വീറ്റ് ഡിഷായ കിണ്ണത്തപ്പം ഉണ്ടാക്കാം. ഇത് ഒരു റംസാൻ സ്പെഷ്യൽ ഡിഷ് കൂടിയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ബാസ്മതി റൈസ് 1 കപ്പ് കുതിർത്തിയെടുത്തത്, തേങ്ങാപ്പാൽ 1/4 പാൽ 1/2 കപ്പ്, 2/2 പാൽ 2 കപ്പ്, പഞ്ചസാര 1 കപ്പ്, ഏലക്ക 3 എണ്ണം പൊടിച്ചെടുത്തത്, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, മുട്ട 1 എണ്ണം, റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കാഷ്യൂ നട്ട്സും റൈസൻസും, ഉപ്പ് 1 പിഞ്ച്. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല മയത്തിൽ അരച്ചെടുക്കണം. അതിനായി ഒരു മിക്സിയിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. ഇത് 4-5 മണിക്കൂർ കുതിർത്തിയെടുത്ത ബാസ്മതി റൈസാണ്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കണം. ബാക്കി വരുന്നത് അവസാനം ചേർക്കാൻ വേണ്ടിയാണ്. അടുത്തതായി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മുട്ട കൂടെ ഒഴിക്കണം. ഇനി ഇതിലോട്ട് തേങ്ങയുടെ 2/2 പാൽ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ബാക്കി വരുന്ന 2/2 പാൽ കൂടെ ചേർത്ത് ഈ ബാറ്ററിനെ ഒരു തിൻ ബാറ്ററാക്കി മാറ്റണം. അതിനുശേഷം നമുക്ക് ഇത് അരിച്ചെടുക്കാം. നമ്മുടെ കിണ്ണത്തപ്പത്തിന് നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് തിക്ക് ആവാനോ ലൂസ് ആവാനോ പാടില്ല. ഒരുപാട് ലൂസ് ആവുകയാണെങ്കിൽ ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് 1/4 പാൽ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമുക്ക് കിണ്ണത്തപ്പത്തിന്റെ കൺസിസ്റ്റൻസി വേണ്ടത്. ഇനി ഇതിലോട്ട് ഏലക്ക ചേർക്കാം. അടുത്തതായി ബാക്കി വന്നിട്ടുള്ള ജീരകം കൂടെ ചേർക്കണം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മുടെ സ്റ്റീമർ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിക്കാം. ഒരു 5 മിനിറ്റ് നേരം ഇത് വേവിച്ചെടുക്കണം. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കാഷ്യൂ നട്ട്സും റൈസൻസും സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം അരമണിക്കൂറോളം ഇത് സ്റ്റീം ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റീമറിൽ നിന്ന് മാറ്റാം. തണുത്തതിന് ശേഷം നമുക്ക് കിണ്ണത്തപ്പം അൺമോൾഡ് ചെയ്തെടുക്കണം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കിണ്ണത്തപ്പം വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ യമ്മി ആൻഡ് ടേസ്റ്റി കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. Thank you. Please subscribe.